അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി മനോഹരമായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാവരും അവരുടേതായ രീതിയിൽ നമ്മെ സന്തോഷിപ്പിക്കുവാനും ഈ കൂട്ടായ്മ വിജയമാക്കുവാനും ശ്രമിച്ചു. ചെറിയവരും വലിയവരുമായ എല്ലാവരും, സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും അവരുടേതായ രീതിയിൽ പെർഫോം ചെയ്ത് ഏറ്റവും മനോഹരമാക്കി. നിങ്ങളത് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാരോടും ഉള്ള നന്ദി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഉള്ളതായ നന്ദി ഈ തരുണത്തിൽ പ്രത്യേകം അറിയിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഓണസദ്യയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഹാളിൽ വെച്ച് തന്നെയാണ് അത് ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് ഈ ഹാളിൽ ടേബിളുകൾ അറേഞ്ച് ചെയ്ത് ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാവരും വേഗത്തിൽ ചെയ്യണം. ഒപ്പം തന്നെ നാളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ, ഈ ഇടവകയുടെ വലിയ പെരുന്നാളാണ്. കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച് നാളത്തെ വിശുദ്ധ കുർബാനയോടുകൂടി പരിസമാപിക്കുന്ന തരത്തിൽ അമ്മയുടെ പെരുന്നാൾ നാളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുക. ഇന്ന് ഈ സമയം വരെ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത, കഴിഞ്ഞ 6 ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വിശുദ്ധ കുർബാന ക്രമീകരിച്ചിരുന്നു. ഏകദേശം 100ഓളം ആളുകൾ എല്ലാ ദിവസവും, ഇന്നലെ 100ന് മേളിൽ ആളുകൾ കടന്നു വന്നു. നിങ്ങൾ ആ ശുശ്രൂഷകളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാക്കി എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുമ്പോൾ നാളെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുകയും, നാളെ ഉച്ചയ്ക്ക് 12:30 മണിക്ക് പ്രാർത്ഥന ആരംഭിച്ച് 1 മണിക്ക് അഭിമന്യ തിരുമനസ്സിലെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ടൈം വളരെ പഞ്ച്വലായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നാളെയും അതുപോലെ തന്നെ ടൈം കീപ്പ് ചെയ്ത് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇന്ന് വരെ അത് ടൈം കീപ്പ് ചെയ്ത് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ കൃത്യം 12:30 പ്രാർത്ഥന ആരംഭിച്ച് 1 മണിക്ക് അഭിമന്യ തിരുമനസ് കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ വർഷത്തെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിന്റെ സമാപനവും ഏറ്റവും മർമ്മപ്രധാനവുമായ സമയമാണ് നാളത്തെ വിശുദ്ധ കുർബാന. 1 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും നാളെ ദേവാലയത്തിൽ കടന്നു വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം ക്രമീകരിക്കാറുണ്ട്. ആ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. പുറത്ത് വഴിയിലോ ഗ്രൗണ്ടിൽ സ്പേസ് ഇല്ലാതെ വന്ന് പുറത്തെ വഴിയിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുള്ളൂ. പള്ളിയിലേക്ക് കയറി വരുന്ന വഴിയിൽ ആരും വാഹനം പാർക്ക് ചെയ്യരുത്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രദക്ഷിണത്തിന് കടന്നു പോകാൻ അത് തടസ്സമാകും എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നാളെ 1 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. വിശുദ്ധ കുർബാനയെ തുടർന്ന് അഭിമന്യ തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് പ്രസംഗിക്കും. അതേ തുടർന്ന് പ്രദക്ഷിണം കൈമുട്ടി എല്ലാവർക്കുമായിട്ട് നേർച്ച സദ്യ, ഈ വർഷത്തെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ നേർച്ച സദ്യയും എല്ലാവർക്കുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾ കാണിച്ച ആ സ്നേഹം, ആ സഹകരണം നാളത്തെ ആരാധനയിലും ഉണ്ടാകണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്ബഹായിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ നാളെ നേരത്തെ തിരുമേനിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12:30 തന്നെ അവർ ദേവാലയത്തിൽ എത്തുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വനിതാ സമാജ അംഗങ്ങളാണ് ഇന്നത്തെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. 2-3 ദിവസമായിട്ടുള്ളവരുടെ കഷ്ടപ്പാടാണ് ഇന്നത്തെ ഓണസദ്യ. അവരെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഇടവകയെ ഓർക്കുന്നു. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവരോടുള്ള നന്ദി, സ്നേഹം ഇത്തരണത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് ഭക്ഷണത്തിനായിട്ട് ഒരുങ്ങാം. ഈ ഹോള് തന്നെയാണ് ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഹോളിൽ ടേബിളുകൾ ഇട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണം എല്ലാവരും കൂടെ വളരെ വേഗത്തിൽ സഹകരിക്കണം. നമുക്ക് 10:30 മണിക്ക് മുമ്പായിട്ട് വൈൻഡപ്പ് ചെയ്യണം. നമുക്കതുവരെ സമയം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തണം.